മരുഭൂമിയിൽ ഗോതമ്പ് വിളയിച്ച് മാതൃകയായ മലീഹയിൽ വീണ്ടും വിളവെടുപ്പ്. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ സാന്നിധ്യത്തിലാണ് ഗോതമ്പ് പാടത്തെ രണ്ടാമത്തെ വിളവെടുപ്പ്. ചടങ്ങിൽ മലീഹ ഫാമിനായി പണി കഴിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മലീഹയിലെ ഗോതമ്പ് പാടത്തെത്തിയ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മണ്ണിന്റെയും ഉപയോഗിച്ച ധാന്യങ്ങളുടെയും സാമ്പിളുകളും വിളകളുടെ മില്ലിംഗ് രീതികളും നിരീക്ഷിച്ചു. ഗോതമ്പ് ഫാമിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന രീതികളും കണ്ടു. തുടർന്ന് ഷെയ്ഖ് സുൽത്താൻ മണി മുഴക്കിയതോടെ ഗോതമ്പ് വിളവെടുപ്പിന് തുടക്കമായി. അത്യാധുനിക യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് വിളവെടുപ്പ് നടന്നത്. രണ്ടാം സീസണിൽ ആദ്യമായി വിളവെടുത്ത ഗോതമ്പ് ധാന്യങ്ങളുടെ സാമ്പിൾ ഷെയ്ഖ് സുൽത്താൻ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഫാമിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടം സന്ദർശിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. മലീഹ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ ഗോതമ്പ് പാടത്തിന് സമീപം കോഴി വളർത്തലും പശുഫാമും ആരംഭിക്കുമെന്ന് ഷെയ്ഖ് സുൽത്താൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. രാസപദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ജൈവികമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന പദ്ധതിയാണിത്. കഴിഞ്ഞ മാസം മലീഹയിലെ ഗോതമ്പ് പാടത്തെ കൃഷി ഷെയ്ഖ് സുൽത്താൻ സന്ദർശിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ ഓർഗാനിക് ഗോതമ്പ് കൃഷിപ്പാടമാണ് മലീഹയിലേത്. 1900 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെ കൃഷി ഒരുക്കുന്നത്. ഇവിടെ നിന്നുള്ള ഗോതമ്പിൽ 18% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഈ പ്രദേശത്ത് ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന രീതിയിൽ വെള്ളം എത്തിക്കുന്ന ജലസേചന സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദിവസവും 60,000 ക്യൂബിക് മീറ്റർ വെള്ളം വരെ പമ്പ് ചെയ്യാൻ ശേഷിയുള്ള 6 വലിയ സക്ഷൻ പമ്പുകൾ വഴിയാണ് ഗോതമ്പ് പാടത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. ജനം, ദുബായ്.